നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ, അതായത് കട്ടപ്പനയിൽ നിന്ന് വാഗമണ്ണ് പോകുന്ന വഴി ഉപ്പുതറയ്ക്ക് അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒറ്റമരം പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ചിന്തിക്കും ഭയങ്കര വലിയൊരു വ്യൂ പോയിന്റ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷേ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല. പക്ഷേ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് നല്ല ഫോട്ടോസ് റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. കുട്ടികളായിട്ട് വന്നാൽ പോലും പ്രശ്നമില്ലാതെ തന്നെ ഒരു ചെറിയൊരു അഡ്വഞ്ചർ പോലെ, വലിയൊരു സെറ്റപ്പൊന്നും അല്ലെങ്കിലും കുട്ടികൾക്ക് പറ്റിയ ചെറിയ അഡ്വഞ്ചർ രീതിയിലൊക്കെ ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു ചെറിയ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അരുവിയുണ്ട്. നമുക്ക് ഇത് നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അങ്ങ് അകലെയായിട്ട് നേരെ ആ അരുവിയിലൊക്കെ പോയി വേണം ജസ്റ്റ് ഒന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടുത്തെ ഈ ചെറിയ സെറ്റപ്പിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. കാര്യം ഉറപ്പാണ് കേട്ടോ. നമ്മൾ മഴയുള്ളപ്പം ഇങ്ങോട്ട് വരരുത്. വേറൊന്നുമല്ല, ഈ പാറയിലൂടെ നല്ല വഴുവഴുപ്പുണ്ടാവും. കാരണം ഇപ്പം വെയിലുള്ളത് കൊണ്ടാണ് അറിയാത്തത്. പക്ഷേ ഇത് നല്ല വഴുവഴുപ്പുള്ളതാണ്. ഇത് കണ്ട, ഇതുപോലെ പായലൊക്കെ പിടിച്ച് കിടക്കുക ഫുള്ള്. പായൽ മാത്രമല്ല കേട്ടോ, ഇത് കണ്ടത് പൂപ്പല് പോലെയൊക്കെ കിടപ്പുണ്ട്. ഒറ്റമരം പാറ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇത് സംഗതി ഒത്തിരി വലുതൊന്നുമല്ല, ഒരു ചെറിയൊരു വ്യൂ പോയിന്റ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ല ഭംഗിയായിരിക്കും. നമ്മളിപ്പോൾ വന്നത് നല്ല നട്ടുച്ചക്കാട്ടാ, 2:30 മണി നേരത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇതുവഴി പാസ് ചെയ്ത വഴി നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ കേട്ടോ. അവിടെയൊക്കെ ഒത്തിരി വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറമൊക്കെ ഇത് കണ്ടോ, ഇവിടെ നിന്ന് നല്ല കുത്തനെ കിടക്കുന്ന പാറ കേട്ടോ. അതുവഴി ഇതുവഴിയൊക്കെ പോവാം. ഗ്രിപ്പുണ്ട്. ഈ മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഗ്രിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ സായിപ്പും ഷമീമും ഉണ്ട് കേട്ടോ. സായിപ്പ് ഇവിടം വരെ എത്തി, ഷമീമിൽ അവിടെ തന്നെ നിൽക്കുവാണേ. നല്ല വെയിലാട്ടോ. ഈ വെയിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ വെയിലത്ത് ഇറങ്ങത്തില്ല. ഇതിവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ശരിക്കും കിട്ടുന്നത് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. താഴെ വന്നു കഴിയുമ്പോൾ ഒന്ന് നല്ല ഇത് കണ്ട, ചെറിയ അരുവിയാണ്. നമുക്ക് ജസ്റ്റ് പേടിക്കാതെ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു അരുവി. പിന്നെ അതുമാത്രമല്ല, ഈ താഴെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്നതിനേക്കാളും വേറൊരു വൈബാണ് ഈ താഴെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. ഈ വീഡിയോ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതെന്തുകൊണ്ടാണ് നമ്മളെടുത്തതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സ്ഥലം നമുക്കും അറിയത്തില്ലായിരുന്നു. ഇതുവഴി യാദൃശ്യമായിട്ട് കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഇതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് അറിയാവുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് വേറൊരു സംഭവം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, അതെ ഇപ്പം നമ്മൾ ആ ഇതാണെങ്കിലും ഇത് ഇതേപോലെ വഴുവഴുപ്പായിട്ട് ഇങ്ങനെ കിടക്കുക. ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ മഴക്കാലത്ത്, അതുകൊണ്ടാണ് പറഞ്ഞത് മഴക്കാലത്ത് ഇതുവഴി ഇങ്ങനെ വരരുതെന്ന്. ഇത് സ്ട്രെയിറ്റ് ഞാൻ അപ്പുറത്തെ വഴി കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിന്ന് ഈ പുല്ലിൻ്റെ ചുവട്ടിലൊക്കെ കിടക്കുന്ന വെള്ളം ഇങ്ങനെ ഊർന്നൂർന്ന് വരിക. മാത്രമല്ല ഇടക്കിടക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഫുള്ളായിട്ട് ഉണങ്ങാത്തത്. ഈ കല്ല് മാത്രം അങ്ങനെ ഉണങ്ങി നിൽക്കുക. അപ്പം ഈ സ്ഥലം അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒറ്റമരം പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഉപ്പുതറയ്ക്ക് അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. സൂപ്പർ സ്ഥലം കേട്ടോ, സൂപ്പർ സ്ഥലം. ഒറ്റമരം പാറ.
വ്യൂ പോയിന്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ജീപ്പ് സവാരി ഉണ്ട് കേട്ടോ. അതിൽ ഇവർ കൊണ്ടുപോകുന്ന കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഉണ്ട് അല്ലേ? എല്ലാ സമയത്തും ഉണ്ടാവുമോ? ഉണ്ടാവും അല്ലേ? ഒറ്റ ജീപ്പേ ഉള്ളൂ നമുക്കിവിടെ. ആ, എങ്ങനെയുണ്ട് ഇപ്പൊ സഞ്ചാരികളൊക്കെ? അറിഞ്ഞും കേട്ടൊക്കെ വരുന്നേ ഉള്ളു അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു വാഗമണ്ണിന്ന് നമ്മള് ഈ കട്ടപ്പനക്ക് പോകുമ്പോ അതിന്റെ ഇടക്കല്ലേ ഈ സംഭവം, ഈ സ്ഥലം ഒറ്റമരം പാറ, വളകോട് അല്ലേ? ഇവിടുന്നാണ് ഓഫ് റോഡ് തുടങ്ങുന്നത്. അതെ അല്ലേ? ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിയുമ്പോൾ തുടങ്ങുന്നത്. അതെ, നമുക്ക് ഇങ്ങോട്ട് 15 കിലോമീറ്റർ ഇങ്ങോട്ട് വണ്ടി റിട്ടേൺ വരണം. ഇതാകുമ്പോ ഇവിടെ നമുക്ക് നേരെ അങ്ങോട്ട് തുടങ്ങാം. നമുക്കപ്പം എങ്ങനെയാണ്, മണിക്കൂറാണ് അതാ ഈ സ്ഥലം? അങ്ങനെ നമ്മള് പാക്കേജ് വരുന്നത് എങ്ങനെയാണ്? മണിക്കൂറാണല്ലേ? എത്ര രൂപയാണ് ഇതിന്? 2 മണിക്കൂർ 2000 രൂപ. 2 മണിക്കൂർ നമ്മളെ കൊണ്ടുപോയി കറക്കി എല്ലായിടും നമ്മുടെ ഗൈഡ് പോലെ നമ്മളെ കൊടുത്ത് കട്ടൊക്കെ ഉണ്ടാവും അല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? സനീഷ് അല്ലേ? അപ്പൊ എന്തായാലും ഇതിനകത്ത് ആ കാണുന്ന നമ്പർ തന്നെയല്ലേ? അപ്പൊ നമ്മള് നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തോ. അപ്പൊ ഓക്കെ, അപ്പൊ കാണാം. ഇതിനകത്ത് സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പം ഇടുക്കി ഡാം വ്യൂ പോയിന്റ് പോവല്ലേ? അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഉളുപ്പുണി ടോം സ്റ്റേഷൻ, ഷൂട്ടിംഗ് പോയിന്റ്, അത് എക്സ്ട്രാ ആണ്. ഇത് രണ്ടും വേറൊരു മലയാണ്. അതെ അല്ലേ? ഇത് രണ്ടും വേറൊരു എക്സ്ട്രാ മലയാണ് കയറുന്നത്. ബാക്കി ഇതെല്ലാം ഇന്നത്തെ പെടും. കോട്ടമല വ്യൂ പോയിന്റ്, വാട്ടർഫോൾസ്, ടണല്. ഓ, ഇതെല്ലാം ഈ 2000 രൂപ പാക്കേജിൽ വരും. ഓ, ഇത് എക്സ്ട്രാ വരുമ്പോഴത്തേനും അതിന്റെ 3000 രൂപ വരും അല്ലേ? ആ കാര്യം വെച്ചാൽ അത് വേറെ ഏരിയയിലായിരിക്കും കിടക്കുന്നത് അല്ലേ? വേറൊരു മലയിലാണ്. ഓ ഓ മല കയറണം. ഓ ഓ, ശരി എന്നാ.